ഹായ് ഗായ്സ്, അങ്ങനെ അവസാനം നമ്മൾ ബാംഗ്ലൂരിൻ്റെ നൈറ്റ് ലൈഫിന് വേണ്ടി കാണാൻ വേണ്ടി ചർച്ച് സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്. അരുൺ പറയുന്നത് ഇതാണ് അവൻ സ്ഥിരമായിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലം എന്നാണ് അവൻ പറയുന്നത്. എന്നെ പറ്റി സത്യത്തിൽ എന്നെക്കാട്ടി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളവനാണ്. അല്ല, ചർച്ച് സ്ട്രീറ്റ് ബാംഗ്ലൂർ ചർച്ച് സ്ട്രീറ്റിലും വന്നിട്ടുള്ള അവൻ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശ്രീകാന്ത് പറയും എന്താണ് ചർച്ച് സ്ട്രീറ്റിൽ വന്നപ്പോൾ തന്നെ എല്ലാവരും അരുണിനെ നോക്കി ഇങ്ങനെ റോക്കി ബോയെ കാണിക്കും. അത് ഇങ്ങനെയല്ല, കൈ ഇവിടെ അല്ലായിരുന്നു. വണ്ടിയിലൊക്കെ ഇരുന്നപ്പോൾ റാപ്പിഡോയിലൊക്കെ ഇരുന്നപ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ വഴിയിൽ സലാം പറയുന്നു. ആക്ച്വലി നമുക്കിവിടെ എന്താണ് സെറ്റപ്പ് എന്ന് അറിഞ്ഞൂടാ അല്ലേ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് രാത്രി വരുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത്. ഞാൻ അതിന് മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ അത് രാവിലെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് പോളറോയിഡിലെ പടം. ഇത് ആരും ചെയ്തിട്ടില്ല, ആരും കണ്ടിട്ടില്ലാത്ത ബാംഗ്ലൂർ വന്നാൽ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സാധനം. ഇതിന്റെ സ്റ്റാർട്ടപ്പ് ചിലപ്പോൾ ഉല്ലാസ് നാട്ടിൽ തുടങ്ങാൻ നമ്മൾ 5 പേരെ കിട്ടുന്നില്ലേ? 5 പേരെ കിട്ടാൻ പാടാണ്. നോക്കാം, കൊള്ളിക്കാം. എടാ, നീ ഡയറിംഗ് ആയിട്ട് ചെയ്യാന്നല്ലേ പറഞ്ഞ? വഴിയിൽ കുറെ പൂവുണ്ട്, ഒരു പൂ വാങ്ങിച്ചിട്ട് ആരെങ്കിലും കൊടുക്കും. ഡയറിംഗ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞില്ല. പറഞ്ഞു ഫസ്റ്റ് ബ്ലോഗിൽ തന്നെ പറയുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് പറഞ്ഞു. ഇന്നൊരു ഡയറിംഗ് ഇപ്പൊ ചെയ്യില്ലേ? പോളറോയിഡ്, ഇൻസ്റ്റന്റ് പോളറോയിഡ്. വാക്കിന് വിലയില്ലാത്തവരെ ഈ മറ്റേ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മല മറിക്കുമെന്ന് പറഞ്ഞാണ് പോളറോയിഡിന്റെ പയ്യൻ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. അവൻ പെമ്പിളർക്ക് മാത്രമേ എടുത്തു കൊടുക്കുന്നുള്ളൂ അല്ലേ? നമ്മൾ പട്ടിത്താറ്റായതുകൊണ്ട് നമ്മൾ അവിടെ തിരിച്ചു വന്നു. പാനിപുരി ചേട്ടൻ അങ്ങനെയല്ല തോന്നുന്നു, മാന്യനാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്തെടുക്കാം നമ്മുടെ പാനിപുരി. നാട്ടിലില്ലാത്ത സാധനം, ഫ്രഷ് സാധനം. അങ്ങനെ ഒരു വർത്താനം സാധനമൊക്കെ നാട്ടിലുണ്ട്, ഇവിടെയുണ്ട്. ഇവിടുത്തെ കഴിക്കണം. നാട്ടിൽ നൈറ്റ് ലൈഫ് ഉണ്ട്, ഡിഫറെന്റ് അല്ലേ? ഒരു ചായ കുടിക്കാം. ശ്രീകാന്ത് ഇരുന്ന് പുഴുകുന്നുണ്ടോ എന്നൊരു സംശയം. ആ ഉരുളക്കിഴങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ ഇവനാണ് ഇത്രയും പുഴുകുന്നത്. മാന്തി എടുക്കാൻ പോവാ, വാങ്ങിയിട്ട് വരുള്ളൂ. ഇല്ല, വാങ്ങിയിട്ടേ വരുള്ളൂ. വാങ്ങിയിട്ട് വരുള്ളൂ. അത് അഭിമാന പ്രശ്നമാണ്. അവന്റെ ഈഗോ ഹേർട്ടായി. അവൻ ചെയ്യും. ചെയ്യോ കുറെ നേരം അങ്ങനെ കൊടുക്കും. എന്തായാലും നമുക്കൊരു 5 മിനിറ്റ് ടൈം കൊടുക്കാം. ചായക്ക് ഭയങ്കര പൈസ എന്നാണ് വിധിച്ചേട്ടൻ പറയണത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഐ എം നോട്ട് ചീപ്പ്. 99 രൂപ. 99 രൂപ സ്റ്റാർട്ടിംഗ് അറ്റ് 99. അത് മറ്റേ ബർഗറിനാണ് 99. ഓക്കെ, സോറി, വിനുവിന് വായിക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് അവിടെ വിളിക്കുന്നത്. ഗായ്സ്, നമ്മുടെ പയ്യന് കിട്ടി. അവസാനം അവന് കിട്ടി. അപ്പൊ നിങ്ങളെ ചായ എവിടെ? ചായ 100 rupees തന്നെയാണ്. എവനാണ് വായിക്കാൻ അറിയാത്തത്. അതുകൊണ്ട് ആ ചായ കൂടി ഞങ്ങളങ്ങ് ഉപേക്ഷിച്ചു. പാവപ്പെട്ടവൻ ഒറ്റയ്ക്ക് എത്തുന്നത് ശരിയല്ല. അതെ, നമ്മൾ പോയി അവനെ സഹായിക്കാൻ വേണ്ടി. കിട്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് കിട്ടിയെന്ന് അറിയാം. അതെ, കഴിക്കണം. നമുക്ക് ഗ്യാസ് ഒക്കെ ഉള്ളതാണ്. കൊണ്ട് കാണിക്കണം. എപ്പടി ഇருக்கு? ബാംഗ്ലൂർ സ്പെഷ്യൽ പാനിപൂരി. നാട്ടിലൊന്നും കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ. പറഞ്ഞായിരുന്നല്ലോ. ഒറ്റ വിഴുങ്ങല്ല. ജസ്റ്റ് പറയുമ്പോൾ ഒരു ബൂസ്റ്റിംഗ് വേണമല്ലോ. അല്ലല്ലോ സാർ. ഓക്കെ, എക്സ്പ്രഷൻ കൊള്ളാം. എന്താ അല്ലേ ദാസം എന്താ കഴിക്കാത്ത? എനിക്ക് മാക്കനെ കഴിച്ചാലേ ഭയങ്കര പുളിപ്പാ. ഇത്ര പോരെ, ഈ കവർ ഫുള്ള് വേണ്ടി വരും ദാസം. ഭയങ്കര പുളിപ്പാ. അല്ല, ഞാൻ കേട്ടു, ഞാൻ അംഗീകരിക്കും. അടുത്തത് വിനുവിന്. ഇത് ഞാൻ കഴിച്ചിട്ട് ഒതന്റിക് അല്ല, റിയൽ ആയിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട്. പാനിപൂരി പോലെ തന്നെ പറയണം കേട്ടോ. കൊള്ളാം, നല്ല ടേസ്റ്റ്. പാനിപൂരി പോലെ ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിനെക്കാട്ടി കുറച്ചുകൂടെ പുളിപ്പുണ്ടല്ലേ? അല്ല, ഇത് ഞാനും കൂടെ ഒരു ടേസ്റ്റ് നോക്കും. അതെന്താ ഇത്രയും നേരം വേണ്ടെന്നല്ലേ പറഞ്ഞത്? കേട്ടോ, ഗ്ലൗസ് ഇട്ടെന്ന് പറഞ്ഞപ്പോഴേ ദാസം കഴിക്കും. എൻ്റെ ആ ഒരു ടേസ്റ്റ് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവന് മനസ്സിലായി. എടാ, വിനു പറഞ്ഞുകൊണ്ടാണോ നീ കഴിക്കണത്? ഇത് ഞാൻ ഒരാൾ മാത്രമായി പോയി, എല്ലാം അപ്പൊ നമ്മളെല്ലാരും ചായ വാങ്ങിക്കാൻ പോയിട്ട് എന്തോ നിങ്ങൾ ചാടില്ല. ടേസ്റ്റ് ഇല്ല. 100 rupees കൊടുക്കണ്ടടാ. ഞാൻ തന്നെ മറ്റേ ഹനുമ മരുത്തോ പോലെ പിടിക്കുമ്പോൾ കുറേ നേരം കൈ വെച്ചു. പുള്ളി നിനക്ക് താങ്ക് യു. കഴിഞ്ഞു 5 പീസാണ്. ഓരോരുത്തർ ഓരോന്ന് വെച്ച് കഴിച്ചെന്ന് വിചാരിച്ചു. എന്ത് പറ്റി? ടേസ്റ്റ് ഉണ്ടോ ദാസം? ഇഷ്ടപ്പെട്ടില്ല. പുളിപ്പ് അവന് ഇഷ്ടമല്ല. ഇഷ്ടപ്പെട്ടില്ല. മനഃപൂർവ്വം ഇപ്പൊ നിനക്ക് ഒറ്റപ്പെട്ടാൽ മതിയാന്ന് തോന്നിയില്ല. പഞ്ചസാര ലൈനെ വിളിച്ചിട്ട് ഡെത്ത് പൈ ചോക്ലേറ്റ് പറഞ്ഞില്ലേ, പഞ്ചസാര ലൈൻ. ഇനി സ്ട്രീറ്റ് ഷോപ്പിങ്ങിന്റെ സമയമാണ്. ഇവിടെ ഇതുപോലെ കുറേ സാധനങ്ങളുണ്ട്. മാലകൾ, ലെതറിന്റെ മറ്റേ റിസ്റ്റ് ബാൻഡ്സ്. അരുണിന്റെ ഇതേപോലെ സാധനമൊക്കെ ഇഷ്ടമാണ്. യെസ്, ഞാനിങ്ങനെ സാധനം ഇടാറുണ്ട്. ഈ സ്റ്റോണിന്റെ സാധനം വാങ്ങടാ. ഇത് പൊട്ടും കേട്ടോ, ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേണ്ട. ഇത് വാങ്ങി പറഞ്ഞ കണ്ണ് കെട്ടൂലാണ് കേട്ടോ. ബിഗ് ബോസ്
ഓ വേണ്ട, ബിഗ് ബോസ്. കണ്ണ് കെട്ടാൻ മാത്രം ഒന്നുമില്ല. ഇത് കൊള്ളാടാ. എന്ത് വേണം? എനിക്കൊന്നും വേണ്ട. നിന്റെ അർത്ഥം മനസ്സിലായോ? മനസ്സിലായോ? അർത്ഥമൊന്നുമില്ല അതിന്. ഓക്കെ, അങ്ങനെ അരുൺ ഇത് സെലക്ട് ചെയ്തു, വിനു അത് സെലക്ട് ചെയ്തു. ഒരു പൂക്കി സാധനം എവിടെ നോട്ട്? കൊള്ളാം. ഇതിനെ 120 और एक 50 രൂപ. ഇതിന് വലിയ ബാർഗൈനിങ് ഒന്നും ചെയ്യാനില്ല. 100 രൂപ കൊടുക്കാണ്. 100 രൂപയ്ക്കുണ്ട്. ഓക്കെ, 100 രൂപ ആക്കണോ? വേണ്ട വേണ്ട വേണ്ട. രണ്ടും കൂടെ 150 പിടിക്കാൻ പറ്റുമോ? 150 എന്ന് പറ. നല്ല നോക്കട്ടെ ആക്റ്റീവായിട്ട്. ഇനി അഖിൽദാസ് ബാർഗൈൻ ചെയ്ത് രണ്ടും കൂടി. എടാ അഖിൽദാസ് ബാർഗൈൻ ചെയ്യുന്നുണ്ട് രണ്ടും കൂടി. അതാ ദാസൻ കളത്തിലാണ്. എത്രയും രൂപയാണ് ഇത് രണ്ടും കൂടി 170 രൂപ. 150 രൂപ തരുന്ന വരും. 150 രൂപ. അത് രണ്ടും കൂടി 170. 20 രൂപ കുറച്ചാൽ മതി. डिस्काउंट आता है भाई 170 का 150. 150 കിട്ടി 150 കിട്ടി. 150. ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അത് എനിക്കോണ്ട് എവന്റെ കണ്ണറാതൊക്കെ കണ്ടിട്ടാണല്ലോ അവള്. ഒരു നോട്ടത്തിൽ കൂടെ തന്നെ പുള്ളിക്ക് ഞാൻ ബാർഗൈൻ ചെയ്ത് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇത് ആൾക്കാർ ഇവിടുന്ന് 75 രൂപയ്ക്ക് 80 രൂപയ്ക്ക് വാങ്ങിച്ചോണ്ട് പോകും. പക്ഷെ നമ്മള് അതെ പാവല്ലേ അവര്. അതെ, അതെ. ഇരിക്കുകയല്ലേ, അതുകൊണ്ട് സഹായം. അല്ല നമുക്ക് ബാർഗൈൻ ചെയ്യാൻ പറ്റാത്തോണ്ടല്ലോ. ഞാൻ 20 രൂപ കുറച്ച്. ഇതിനി ജീവിതകാലം എന്ത് കുറച്ചെന്ന് നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അതിന് അവര് പറഞ്ഞ 150 രൂപ താന്ന്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ കൂടെ നടന്ന് വന്നപ്പോൾ ഇപ്പോൾ ഒരു അനിമേ സ്റ്റോർ അനിമേ സ്റ്റോറിൽ കയറി ഗൈസ്. ഓ, ഇവിടെ മൊത്തം മറ്റേ ഫിഗറിൻ ആക്ഷൻ ഫിഗേഴ്സ് ആണ് ഗൈസ്. ആണ്ട് ഇവിടെയൊക്കെ നോക്കിയേ. അമലിന് നമ്മളുടെ ഒരു കൂട്ടുകാരൻ നാറൂട്ടരെ ഭയങ്കര ഫാനാണ്. ഇതിൽ ആരെയും ഫാൻ ഇല്ലാത്തോണ്ടൊന്നും വാങ്ങാനും പറ്റില്ലല്ലോ. സോറി, സൂപ്പർ അറിഞ്ഞൂടെ. സോറി, ഇതിലൊരു ക്യാരക്ടർ അവൻ പറഞ്ഞ അവൻ അത് മേടിച്ചു കൊടുക്കും. എവനെനിക്ക് കണ്ടോ മറ്റേ ആക്ഷൻസ് ഇത് കണ്ടുമായിരുന്നു. മറ്റേ ഇതില് വൺ പീസ് അത് തന്നെ. വൺ പീസ് ആക്ഷൻ അത് വേണ്ട. ടോം ആൻഡ് ജെറി. നിനക്ക് ടോം ആൻഡ് ജെറി അറിയുന്ന ഒരാളുണ്ട്, പോപ്പോയുണ്ട്. ഗൈസ്, ജാക്ക് സ്പാരോ എടുത്തു. ജാക്ക് സ്പാരോ എടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മതിയില്ലേ? എല്ലാരും എടുത്താ? ചേട്ടൻ എടുത്താ? വൺ പീസ് എടുക്ക് ഗൈസ്. നമ്മളിത് ഇത്രയാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. ഇത് ബാർഗൈൻ ചെയ്യണമെന്നാണ് ഇവരെല്ലാരും പറയണത്. നമ്മളുടെ പറഞ്ഞു ഇവിടെ വരുമ്പോൾ അഖിൽദാസാണ് ബാർഗൈൻ ചെയ്യാൻ പോണത്. 350 രൂപ. എത്രയെന്ന് ആദ്യം എത്രയെന്ന് വരും? 5 പീസ് 500. No bargain. थोड़ा कम कर. थोड़ा 400. No offer, please. Come on. Please. Only one price. Actually, really another place 180. 400. ബാർഗിൻ എങ്ങനെ നോക്കട്ടെ? നമ്മുടെ പയ്യന്മാരെ ബാർഗിൻ സ്കില്ല് നമുക്ക് കണ്ട് പഠിക്കാം. എന്റെ പഠിക്ക്. മുഖത്ത് പോലും നോക്കാതെ ബാർഗൈൻ ചെയ്ത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞപ്പോ പുള്ളി വീണ്. ഒരു 100 തവണ ഞാൻ അവളുടെ വായിട്ട് അരച്ചിട്ട് അവസാനം അവൻ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ വീണത്. ലാസ്റ്റ് അവൻ സോറി ബ്രദർ, എത്രയൊക്കെ ഒരു ഇത് ഉണ്ടായിട്ട് നിനക്ക് പറ്റിയില്ലല്ലടാ. ബട്ട് ഹി ഹാസ് ദ അൾട്ടിമേറ്റ് സേ. ദാറ്റ്സ് ലൈഫ്. ആണി അടിച്ചടിച്ച് വെച്ചിട്ട് അവസാനം ഒരു അടി അടിച്ചിട്ട് ഞാൻ തറച്ചെന്ന് പറയുമ്പോൾ എങ്ങനെയുണ്ട് ലാസ്? കൊള്ളാം അല്ലേ? കൊള്ളാം. നല്ലൊരു സ്ട്രീറ്റ് കഫേ അല്ല? ചെന്നൈയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ലാസ്? ചെന്നൈയിൽ ഇങ്ങനത്തെ ഒരു വൈബില്ല. ഈ ഒരു ആംബിയൻസും ഇല്ല. അവിടെ കൂടുതൽ എനിക്ക് തോന്നുന്ന ഫുഡിന്റെ ഹോട്ടലുകളാണ് കൂടുതലല്ലേ? ഫുഡ് ഉണ്ട് ഒരുപാട്. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടോ എന്നൊരു സംശയവും ഉണ്ട് ഫുഡിൽ അല്ലേ? അവിടെ കുറച്ചുകൂടെ യങ് പീപ്പിൾ ഒക്കെ ഉള്ള ഒരു സ്ഥലം. ചെന്നൈയിൽ ഇത്രയും ക്രൗഡഡ് അല്ലല്ലേ? ഒന്നും കൂടി ക്രൗഡ് ഭയങ്കര യങ് ആണ്. അല്ല, ഒരിടത്ത് പോകാൻ പറ്റി എവിടെ പോകും ഇതില്? പോകാൻ പറ്റുവാണെങ്കിൽ ബാംഗ്ലൂർ. കാരണം ക്ലൈമറ്റും എല്ലാം അനുകൂലമാണ്. ക്ലൈമറ്റ് ആണ് ബെസ്റ്റ് തിങ്. കാര്യം ചെന്നൈയിൽ ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ രാവിലെ ഇറങ്ങിയാലും ചൂടുമില്ല, ചൂടില്ല. തണുള്ളത് കയറിയെന്നാൽ മതി, തണുപ്പാ. ഓക്കെ, നമ്മളിപ്പം രാത്രി 1 മണിയായിട്ടുണ്ട്. 1 മണിക്ക് നമുക്ക് മേഘിന ബിരിയാണി ട്രൈ ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹം. ബാംഗ്ലൂരിലെ ഫേമസ് ആന്ധ്ര ബിരിയാണിയായ മേഘിന ബിരിയാണി കഴിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കുറച്ച് കഴിച്ചു നോക്കി. ഹൈദരാബാദി ബിരിയാണിയാണോ? ആന്ധ്ര ബിരിയാണി അല്ല. ഇത് ആന്ധ്ര ബിരിയാണിയാണ്. നല്ല സൂപ്പർ ബിരിയാണി. അറിയാവുന്നവർ പറയുക. ബട്ട് എനിവേ ഇറ്റ് ഈസ് നൈസ് ടു. നല്ല ബിരിയാണി, അല്ല സൂപ്പർ ബിരിയാണി. ഇതാണ് ബിരിയാണി. കണ്ടോ? എക്സലന്റ്. വെരി നൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അരുൺ പറയൂ, നല്ല ഇഷ്ടപ്പെട്ടു. ഇതിന്റെ കൂടെ വേറെ 2 കറിയും വരും. ആക്ച്വലി നല്ല ബിരിയാണിയാണ്. കുറെ പേര് ഓവർ ഹൈപ്ഡ് ആണെന്ന് പറയും, പക്ഷെ അല്ല, നല്ല ബിരിയാണി, ഗുഡ് ബിരിയാണി. നമ്മൾ അതിന്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈ കൂടി സ്പെഷ്യൽ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയുണ്ട്? സൂപ്പർ. ഓക്കെ ഗൈസ്, അതാണ് മേഘ്ന ബിരിയാണിയുടെ വിശേഷങ്ങൾ. അപ്പോൾ വി ആർ സൈനിങ് ഓഫ്. ഹലോ ഗൈസ്, നമ്മൾ ഇന്നലെ രാത്രിയിലത്തെ നമ്മുടെ
നമ്മുടെ ഇന്നലെ നൈറ്റ് എക്സ്പ്ലോറിംഗ് കഴിഞ്ഞിട്ട് ചർച്ച് സ്ട്രീറ്റിന് ശേഷം നമ്മൾ കാണിക്കുന്നു ലോക്കൽ മാർക്കറ്റ് ബാംഗ്ലൂരു. ഇന്ന് നമ്മൾ ഈ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ. അല്ല, ഇന്നലെ നമുക്ക് മറ്റേത് അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അല്ല, ഇന്നലെ നമ്മൾ കാണിച്ചത് കുറച്ചായി കുറച്ച്. ആൾക്കാർക്ക് ഒരു വിഷമം വരരുത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇറങ്ങിയിരിക്കുകയാണ് നമ്മളിവിടെ കാണിച്ചു തരാൻ. നല്ല വെയിലുണ്ട്. അതെ, വെയിലിനെ പോലും പ്രണവൽക്കരിച്ചു കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെ അതെ. ഇവിടെ കുറെ തുണികളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഷൂസ് ഉണ്ട്, ചെരുപ്പുണ്ട്. ഉള്ളൂ ചെരുപ്പിന്. പിന്നെ ഇവിടെ എല്ലാവരും പറയുന്നു പോക്കറ്റ് അടിക്കാൻ സാധ്യത ഉണ്ടോ. അതെ, അപ്പോൾ നമ്മൾ ഞാൻ പോക്കറ്റിൽ കൈ ഇരിക്കുന്നു, ഇനി ആർക്കും എന്നെ അടിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അവന്റെ കണ്ണാടി അടിച്ചോണ്ട് പോകും. കൈ കഴുത്തിലിരിക്കും. കണ്ണാടി ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന അറിയില്ലല്ലേ. വായി നോക്കാം അതാണ്. ഈ കമാൻഡോസ് ഒക്കെ ബോഡി ഗാർഡ്സ് ഒക്കെ ഇങ്ങനെ നിൽക്കൂലേ പുറകില് കണ്ണാടി വെച്ചിട്ട്. നിന്നെ ഞാൻ എവിടെ നോക്കണം അവർക്ക് അറിയാം. ശ്രീകാന്ത് കാണൂല ബോഡി ഗാർഡ്. അല്ല, എന്റെ ലുക്ക് കണ്ട് അവർ വിചാരിക്കും എന്തെങ്കിലും കമാൻഡോ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കും. എവിടെ ഭയങ്കര ലോക്കൽ മാർക്കറ്റ് ആയി തോന്നുന്നു. അതെ, ഭയങ്കരമായിട്ട് കൂടി. ശരിയാണല്ലോ, ഇവിടെ തന്നെ വേണോ ഉടനക്ക് ഏയ്, കുട്ടി ഉടുപ്പുകൾ. നമ്മൾ ഇത് കാണാൻ വന്നില്ലേ, വാങ്ങുന്നില്ലല്ലോ. ഷൂ കാണിക്കണോ? ഓക്കെ, അപ്പൊ അരുൺ ചേട്ടന് ഒരു ഷൂ വേണം. ദാസനോട് വിലപേശം. ഞാനാണ് വിലപേശി എന്തെങ്കിലും അനക്കം ഉണ്ടാക്കിയത്. ഒരു 50 രൂപയെങ്കിലും കുറച്ച് കിട്ടി. പെർഫോമൻസ് 5000 രൂപയുടെ ഡയലോഗ്. 50,000 രൂപയുടെ ഡയലോഗ്. ഇത് നമ്മുടെ ശാല മാർക്കറ്റിനോട് സാമ്യം തോന്നുന്നെങ്കിലും അതിനേക്കാൾ വലുത്, ഭയങ്കര വലുതാണ് guys. ശാല × 5x. ഇവിടെ കർണാടക പോലീസിന്റെ അഭാവം നല്ല രീതിയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് ഫോഴ്സിനെ അയക്കുക. അതെ, ഒരു 10 പോലീസ് മതി. 10 പോലീസ് ഇത്ര സ്ട്രിക്റ്റ്. നമ്മുടെ ശ്രീകാന്ത് ഒരു ഡെയർ ഏറ്റെടുത്തിട്ടുണ്ട്. അതെ, ഒരു സത്യ കൂടെ ഹെൽപ്പ് നേരത്തെ പറഞ്ഞ സാധനം ഒരു സത്യ കൂടെ. Can you speak once more? മലയാളം. നോക്കിയോ ചേച്ചി ചേട്ടാ ഇവിടെ വേണം, ഇവിടെ സാരി ഉണ്ട്, പാത്രം വേണോ, ഫാൻസി വേണോ, ചുരിദാർ വേണോ. ഇനി നോക്ക്. കന്നഡ ചോദിച്ചു, അങ്ങനെ മനസ്സിലായില്ല. അവസാനം ഞാൻ ഇംഗ്ലീഷ് ചോദിച്ചടാ. ഞാനാ ചോദിച്ചത്. ഞാൻ കന്നഡ, എന്റെ കന്നഡ നല്ലതായിരുന്നു. പുള്ളി ഇങ്ങനെ അന്തം വിട്ടുപോയി എന്റെ കന്നഡ ആയിട്ടെ. നമ്മളെ കണ്ട അങ്ങേര് ഇങ്ങനെ ഇത് എന്ത് പറയണത്. അതല്ല, എനിക്ക് തോന്നുന്നു നമുക്ക് പറയുന്നത് തെറ്റാണ്. ഒരു സത്യ കൂടെ ഹേൽ ബോധന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഇടിക്കാൻ വന്നു. ഓക്കെ, നമ്മളിപ്പോ ലോക്കൽ മാർക്കറ്റ് കഴിഞ്ഞല്ലേ. ലോക്കൽ മാർക്കറ്റ് ഫസ്റ്റ് ലെഫ്റ്റ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് കയറിയാണ് ഗൈസ്. സൂപ്പറാണ്. വന്നിട്ടുണ്ട് കേട്ടോ, എടുത്ത് പറയാം. കോളേജ് ഐവി. അത് ഞാനും വന്നിട്ടുണ്ട്. അതൊന്നും കൂട്ടൂലേ? അത് ഞാൻ കൂട്ടിയില്ല. എന്നിട്ട് ഐവിക്ക് കൂട്ടൂല, ഐവി പറഞ്ഞ കൂട്ടൂല. പറ, ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഇവിടെ ജീൻസ് ഉണ്ട്, അവിടെ കണ്ട് ജീൻസ് അടുക്കി വെച്ചേക്കണം, ജാക്കറ്റ് ഉണ്ട്. അത് അവിടെ ഉണ്ട്. അല്ല, ഐവിക്ക് എന്തിനാ ഇവിടെ വന്ന ജീൻസ് വാങ്ങാനാ? ഈ നല്ല ഉറപ്പുണ്ട്. തുണിക്കടകൾ മാത്രമേ പറയൂ. ഇതൊരു അഴിവൽ വ്ളോഗായിട്ട് പോട്ടറാ. അഴിവലൊന്നും അല്ലടാ, എന്തോ നമ്മള് പുതിയൊരു സ്ഥലത്ത് നിന്ന് പുതിയ ലാംഗ്വേജ്. അല്ല, ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചോദിക്കണ്ടേ? ഞാൻ വന്നിട്ടുണ്ട്, സീരിയസ്ലി വന്നിട്ടുണ്ട്, ട്രസ്റ്റ് മീ. അങ്ങനെ ഞങ്ങൾ ഇതിന്റെ ഹൃദയഭാഗത്ത് എത്തിയിട്ടുണ്ട്. അതിൽ തന്നെ അഖിൽദാസ് ഇപ്പം ഒരു ഡെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡാൻസ്, ഹസ്കി ഡാൻസ്. റീല് നമുക്ക് എടുക്കാം. റീല് അതിനെല്ലാ ഓൾഡ് സ്കൂൾ അംഗങ്ങളെ ക്ഷണിക്കുന്നു. പക്ഷെ അവർക്കൊന്നും അത്ര താല്പര്യം ഇല്ല. പക്ഷെ അഖിൽദാസിലാണ് ഹസ്കി ഡാൻസ് അറിയാന്നുള്ളത്. ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് മോൺസ്റ്റർ. അതാ മോൺസ്റ്റർ. മോൺസ്റ്റർ പറഞ്ഞു എല്ലാവരുടെയും. ഹസ്കി ഡാൻസ് എന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ട് കളിക്കണം. അല്ലല്ല, ഇല്ല, ഹസ്കി ഒറ്റയ്ക്കാണ് കളിക്കണം. നീയാണ് ഹസ്കി. ഒരു പട്ടിയുടെ ഇത് വാങ്ങിച്ചു തരാം, മുഖംമൂടി വാങ്ങിച്ചു തരാം. എന്നിട്ട് ഹസ്കി ഡാൻസ് സാധനമൊക്കെ നിന്റെ ഉല്ലാസ് ഓൺലൈനിൽ ഇട്ടത് നമ്മളേലിട്ട് വേർപ്പിക്കണ്ട ആൾക്കാരെ. അത് കൊള്ളായിരുന്നു. നീ ചെയ്യും. ഞാൻ ചെയ്യണതിന് അവനല്ലേ ചെയ്യണത്. നീ പറഞ്ഞോളാം. ഓക്കെ, അപ്പൊ അത് നടക്കൂല ഗൈസ്. നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഗൈസ്, അരുണിന് ഒരു വെള്ള ഷൂസ് വാങ്ങണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അത് നിറവേറ്റാൻ വേണ്ടി നമ്മളൊരു കടയിൽ കൊണ്ട് കയറ്റുണ്ട്. ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് കടയാണ്. നമ്മൾ കയറിയത് ഇവിടുത്തെ വലിയ കടയാണെങ്കിലും അവിടെ ഫോർമൽസ് ആണ് കൂടുതൽ. കട ഒന്ന് മാറിപ്പോയി, ചെറുതായിട്ടൊന്ന് മാറി. അവർ ഫോർമൽസ് ഇട്ട് കാഷ്വൽ ആവാവുന്നതേ ഉള്ളൂ. പക്ഷെ അവൻ കേൾക്കുന്നില്ല. അവൻ ഇപ്പോഴും ആ ഒരു താല്പര്യമില്ല. അവനിപ്പോഴും ഈ വെള്ള സ്നീക്കറൊക്കെ ഇട്ട് ഞാൻ നടക്കാണ്. അവന് ഇഷ്ടം. പൂക്കിയായിട്ട് നടക്കണം. അവിടെ നല്ല ലെതറിന്റെ ഷൂസ് ഉണ്ടായിരുന്നു, നല്ല ഫോമൽ എക്സിക്യൂട്ടീവ് സാധനങ്ങൾ. പക്ഷേ അത് തൊട്ടും ഇഷ്ടമായില്ല. ഗൈസ്, നമ്മളിവിടെ നടന്ന് ക്ഷീണിച്ചു. അതെ, കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. കഴിച്ചില്ല, വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കണു. ഇനിയിപ്പോ നമുക്ക് വിശന്ന് തുടങ്ങി. ഇന്നൊന്നും കഴിച്ചിട്ടില്ല നമ്മള്. ഒന്നും കഴിച്ചില്ല, ഒരു ചായയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതെ, ഹോട്ട് ചോക്ലേറ്റ് ഒരു ലൈം അതിൽ തന്നെയാണ് നിൽക്കുന്നത്.
അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഞം കഴിച്ചിട്ട് നാഗാർജുന നാഗാർജുന. അവിടെ പോയി ബിരിയാണി ഇല്ലേ? ആന്ധ്ര മീൽസ് ഉണ്ട്, ബിരിയാണി ഉണ്ട്, വേറെ എന്തൊക്കെ ഉണ്ട്. ഞാൻ ആന്ധ്ര മീൽസാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോയി കഴിക്കാം. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം. ഗൈസ്, നമ്മുടെ നാഗാർജുനയിൽ ഫുഡ് തീർന്നു പോയി. 3:40 വരെ ഉള്ളൂ. നമ്മളൊരു 10 മിനിറ്റ് ലേറ്റ് ആയി പോയി. അവിടെ നല്ല നിന്ന് ഭാഗ്യം എന്താണെന്ന് അറിയില്ല. ഇവൻ ബാത്റൂമിൽ പോയി കുറേ സമയങ്ങളാണ്. അതെ അതെ, അതുകൊണ്ട് നമ്മളിപ്പോൾ വേറെ പോയതാണല്ലേ എനിക്ക് വിഷയം. അതുകൊണ്ട് നമ്മളിപ്പോൾ വേറൊരു കടയിൽ വന്നിട്ടുണ്ട്. ഇവിടെ കയറി നമുക്ക് നോക്കാം. അതെ, ഇതൊരു കരാമ ജ്യൂസ് അല്ല കരാമ റെസ്റ്റോറൻ്റ് ആണ്. അടിപൊളിയാണെന്ന് കേൾക്കുന്നു. അതെ, നോക്കാം അല്ലേ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിലെ അവസാനത്തെ മീൽ അല്ലേ, ഈ യാത്രയിലെ അവസാനത്തെ മീൽ കഴിക്കാൻ നമ്മൾ വന്നിരിക്കുന്നത് കരാമയിലാണ് വന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ് സൗദി ഷേക്ക് അല്ലേ, സൗദി ഷാമ്പെയിൻ. ഷാമ്പെയിൻ. അപ്പോൾ ഇതാണ് സൗദി ഷാമ്പെയിൻ. കണ്ട ആപ്പിളൊക്കെ ഇട്ടിട്ട് ഒരു സാധനം തരും. ആസിന്റെ വായിൽ വെള്ളം വന്നു. എൻ്റെ വായിൽ എനിക്ക് ആപ്പിൾ ഉള്ളത്. സൗദി ഷാമ്പെയിൻ. Cheers. Cheers. ഒരു സോഡ നാരങ്ങ. സോഡ നാരങ്ങയാണ് നമ്മളെ പറ്റിച്ച് വരും. ഇവർ ഈ ജാറിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങേര് സ്പെഷ്യൽ എന്നാ പറഞ്ഞ പുള്ളി. കുഴപ്പമില്ല. ഇനി നമ്മൾ ഫുഡ് അടിപൊളിയായിരിക്കും. ഫുഡ് സെറ്റ് ബിരിയാണി അല്ലേ. അപ്പോൾ നല്ല കരാമ ബിരിയാണി വന്നിട്ടുണ്ട്. എൻ്റെ മേളിൽ ഈ ഉള്ളിയൊക്കെ പൊരിച്ചിട്ടുണ്ട്. കണ്ടോ, എൻ്റെ ഒരു മണമുണ്ട്. സീംസ് പ്രോമിസിങ്. കഷ്ണമൊന്നുമില്ല. ആ കൂടുതൽ പൈസ എടുക്കുന്നതോറും ദാസനോട് ഒരു പീസ് എടുത്തോളൂ. ദാസന് നോക്കിയാ കാൽക്കുലേഷൻ. ഞാൻ 1 പീസ്. പക്ഷെ ഇവിടെ ഒരു ബിരിയാണി എന്ന് വെച്ചാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മളിവിടുത്തെ പോലെ രണ്ടുപേർക്ക് കഴിക്കാനുള്ള. അവർ പറയുകയും ചെയ്തു 2 പേർക്ക് കഴിക്കാം. കഴിച്ചോട്ടെ. നോക്കൂ. ചിലപ്പോൾ 2 പേരെ പൈസ ആയിരിക്കും. അതെ, ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിച്ചു. ഒതന്റിക് ടേസ്റ്റ് ഓഫ് ഓൾഡ് സ്കൂൾ ബോയ്സ്. വിനോദ് ശോഭൻ. കൊള്ളാം, പക്ഷേ എനിക്കും ഇന്നലത്തെ മറ്റേ മേഘന ബിരിയാണി. മേഘനയാണ് ഇഷ്ടപ്പെട്ടത്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. എല്ലാവരുടെ മുഖത്തും സങ്കടമാണ്. അത് ഫുഡ് മോശമായോണ്ടല്ല. എനിക്ക് സങ്കടം. അരുണിനെ വിട്ടുപിരിയാൻ മനസ്സ് വരുന്നില്ലേ? അതെ, പക്ഷെ അനുവിന്റെ മുഖത്ത് നല്ല സന്തോഷം പോലെ. കുറച്ച് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇവർ രണ്ടുപേരും ഇന്ന് ഇവിടെ അല്ല, അരുൺ ചേട്ടൻ ഇനി ഇവിടെയാണ്, ശ്രീയാന്തേട്ട ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. താൽക്കാലികമായി ഇവിടെ ആയിരിക്കും. നമ്മൾ 3 പേരും ഇന്ന് തിരിച്ച് പോവുകയാണ് ഗൈസ്. ഇനി നമ്മൾ 3 പേരിലേക്ക് ചുരുങ്ങുകയാണ് ഗൈസ്. ഈ മുത്തുമണികളെ നമ്മൾ വിട്ടുപിരിയുന്നതിൽ വിഷമമുണ്ട്. നീ നാട്ടിൽ നമ്മൾ അതെ, ഇനി നിങ്ങൾ ചെന്നൈ വൈബായിരിക്കും കാണാൻ പോണത്. ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഭയങ്കര കണ്ടന്റ് ഇച്ചിരി ബോറിംഗ് ആയിരിക്കും, എന്നാലും നിങ്ങൾ സഹിച്ച് കാണണം. നമ്മൾ ഇനി വരുന്നത് ഹൈപ്പ് നോക്കരുത്. ഇനി അത് പ്രതീക്ഷിക്കരുത്. അടുത്ത കുറച്ച് നേരത്തേക്ക്. ഇനി ബ്ലോഗിൽ വരുന്നതായിട്ട് പ്രതീക്ഷിക്കരുത്, എന്നാലും നിങ്ങൾ കാണണം. എന്തെങ്കിലും നമ്മൾ തിരിച്ചു വരും എന്നുള്ളൊരു അല്ലേ പ്രതീക്ഷയിൽ നിങ്ങൾ കാണുക. അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമ്മൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയല്ലേ, അവിടെ മെട്രോ അവിടെ പോയിട്ട് നമ്മൾ അരുൺ ചേട്ടനെ അവിടെ ഇറക്കി വിട്ടിട്ട് നമ്മൾ പോകും. നീ അങ്ങോട്ടല്ലേ വരുന്നത്? ഞാനും അങ്ങോട്ട്. അതെ, ഇവരെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ പോകും. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണാം. ഗൈസ്, നമ്മളപ്പോൾ നമ്മുടെ പൊന്നു മുത്തുക്കളെ പറഞ്ഞിടാൻ പോവാണ്. ഞാൻ നാളെ വരും. നാളെ ഒന്ന് ഓഫീസിൽ പോയിട്ട് ഇവിടെ കണ്ണിലെല്ലാം കുത്തി കടിച്ച ഞാൻ എങ്ങനെ സഹിക്കും? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ സഹിക്കും? അവരെന്നെ മിസ് ചെയ്യും. അരുണിനെ നന്നായിട്ട് miss പറയുമ്പോൾ നീ അങ്ങോട്ടല്ലേ, പറയുമ്പോൾ നീ എൻ്റെ കൂടെ ചെയ്യും. ഞാനിനി ഡിസംബറിൽ വരും. ഡിസംബറിൽ അപ്പോൾ നമുക്ക് ക്രിസ്മസ് പൊളിക്കാം. ക്രിസ്മസിന് പൊളിക്കാം. ഡിസംബർ എന്നുള്ളത് കട്ട് ചെയ്തേരെ, എന്ന് വരുന്നുള്ളത് ഇങ്ങനെ കിടക്കട്ടെ. ഒരു ക്യൂരിയോസിറ്റി. ഉടനെ വരും. ഡിസംബറിലല്ല, നമ്മളെ സ്റ്റുഡിയോ ഉദ്ഘാടനത്തിന് വരണം. വേറെ പരിപാടിയാണ്. ഉദ്ഘാടനത്തിന് വരും. ഉദ്ഘാടനത്തിന് വരണം, ക്ഷണിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ജനം കിട്ടിയാലും സന്തോഷം. അപ്പൊ എന്നെ നിങ്ങൾ മിസ് ചെയ്യരുത്. ഡോണ്ട് മിസ് മീ. ഇല്ലടാ, അതെനിക്ക് തോന്നണില്ലടാ. അല്ലെങ്കിലും ഞാൻ ഇല്ലാന്ന് വെച്ചിട്ട് ബോറിംഗ് കണ്ടന്റ്സ് ഒന്നും ഉണ്ടാക്കരുത്. ഓക്കെടാ, ഓക്കെടാ കേട്ടോ. ഈ നിലവാരം നിങ്ങൾ ഇടിക്കരുത്. ഇല്ല അത് സൂക്ഷിക്കുക. ഇവരുടെ നിലവാരം എന്താണെന്ന് നമുക്ക് അറിയില്ല. പോയതിനു ശേഷമായിരിക്കും മറ്റേ ഗ്രാഫ് നമ്മുടെ ദൗത്യം ഇതായിരുന്നു, ഇവനെ ഇവിടെ എത്തിക്കാന്നുള്ളത്. അതെ, അപ്പോൾ നമ്മളുടെ ബാംഗ്ലൂർ പര്യടനം ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഫ്യൂച്ചറിൽ ചിലപ്പം ഒരു സെക്കൻഡ് ഫേസിൽ വരുന്നതായിരിക്കാം. ഇനി ഇതേപോലെ ബാംഗ്ലൂരും ചെന്നൈയും കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വേറെ
എന്തെങ്കിലും ഇതേപോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, അവിടെ നമ്മൾ വരും. ഇതേപോലെ മീറ്റപ്സ് അറേഞ്ച് ചെയ്യും അല്ലേ? ഇനി വലിയ ദൂരോട്ട് പോയാൽ മീറ്റപ്പ് വയ്ക്കേണ്ടി വരും. ഇല്ല, ഇവിടെയൊക്കെ മതി നമുക്ക്. സദേൺ റീജിയൻ കവർ ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവർക്ക് ടാറ്റ പറഞ്ഞു വിടാം. അതെ, ഇങ്ങോട്ടല്ലേ എന്നാലും അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോ, അവിടെ കറങ്ങിപ്പോ. പോണടാ. ഓക്കെ, അപ്പോൾ നമുക്കിനി ട്രെയിൻ പിടിക്കാൻ പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അതെ, നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അതെ, ഇനി നമ്മൾ ചെന്നൈയിൽ തിരിച്ചു പോയ ഒരു ഫീൽ അല്ലേ? നമ്മൾ തിരിച്ചു പോയപ്പോൾ ഫ്ലൈറ്റിലല്ലേ പോയത്. അപ്പൊ ഈ ഫീല് വരില്ല. ഇനി കളികൾ തിരുവനന്തപുരത്തേക്ക് മാറ്റുകയാണ്. ഇനി കളികൾ ട്രിവാൻഡ്രം. അതെ, നിങ്ങൾക്ക് ഈ ബാംഗ്ലൂർ വ്ളോഗ്സ് ഇഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതെ. നമുക്ക് വളരെ രസമായിരുന്നു. അതെ, നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു ഈ ട്രിപ്പ്. എൻജോയ് ചെയ്തു. പിന്നെ നമ്മുടെ നല്ല സിറ്റി, നല്ല ആൾക്കാർ. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു മീറ്റപ്പ് നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റി. അതെ. അതിൽ കുറേ പേര് വന്നാക്കാൻ പറ്റി. അതെ, 10-12 പേര് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല, അത് ബാംഗ്ലൂര്. ഒരു സംതൃപ്തി ഉണ്ട് വന്നതിൽ. അതെ, വന്ന എല്ലാവർക്കും നമ്മളൊരു താങ്ക് യു അറിയിച്ചു. അപ്പോൾ ഈ ഒരു വ്ളോഗ് സീരീസ്, ബാംഗ്ലൂർ വ്ളോഗ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ട്രെയിനിൽ ഇവന്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പൊ ഗൈസ് നമ്മൾ പോവുകയാണ്. ബാംഗ്ലൂരിന് ബൈ, ബാംഗ്ലൂർ മലയാളി ബൈ. ബൈ. അതെന്തറിയാമോ, ഇവൻ മുഖം ഇവൻ തറയിൽ നോക്കുന്നില്ല. നോക്കാത്തല്ല ഗൈസ്, ഭയങ്കര തിരക്ക്. അതെ. ഇടയ്ക്ക് നീ മാന്യപത്രങ്ങൾ പറയണ പോലെ പറഞ്ഞു ഒരു ആക്സിഡന്റ് പറയാം. അയാൾ വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ വിചാരിച്ച് ഇടിച്ചില്ല നിന്നാണോ. നല്ല ഫ്രൈ ആണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ കഴിച്ചിട്ട് വരാം. കഴിച്ചിട്ട് വരണ്ട, നിർത്തിക്കൂ. കഴിച്ചിട്ട് വരുന്നില്ല. ബ്ലൂപ്പർ പോലെ പോട്ടത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ബ്ലൂപ്പർ ആയിരിക്കും. അതിട്. ഇതൊക്കെയാണ് ഇഷ്ടം. ഇതൊക്കെ കട്ടല്ലേ? ഇല്ല, ഇതെല്ലാം പോകും. ശ്രീരാം കട്ട്. നോ ഡോണ്ട് കട്ട് ദിസ്. ഇതിങ്ങനെ തന്നെ പോട്ടെ. ഇതൊരു അൺകട്ട് വേർഷൻ ആണ്.